സ്നേഹം കുർബാനയാകാൻ, എന്നിലലിയാൻ ജീവനാകാൻ എൻ ഹൃദയം നൽകുന്നു ഞാൻ. ദേഹം പകുത്തു നൽകി വാസമാകാൻ വചനമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ഇവിടെ നടക്കുന്ന അഖണ്ഡ ആരാധനയിൽ പ്രാർത്ഥിക്കാനായിട്ട് എത്തിയിരിക്കുന്ന ഈ കൂട്ടായ്മയോട് ചേർന്ന് പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ നാമത്തിൽ ഇവിടുത്തെ ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടർ ഈപ്പച്ചനച്ഛന്റെയും ഇവിടെയുള്ള വൈദികരുടെയും സമർപ്പിതരുടെയും പ്രേക്ഷിതരുടെയും കൂട്ടായ്മയിൽ നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ ഈ വചന സന്ദേശത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ കുർബാനയിലെ ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അതായത് അവിടെ ഈശോയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഞാൻ ഈ വചന സന്ദേശങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് പല ഇടവക ദേവാലയങ്ങളിൽ പോകുമ്പോൾ ഇടവക വികാരിയച്ഛൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ആരാണ്, ഞാൻ എന്തു ചെയ്യുന്നു എന്നല്ല. സമാനമായിട്ട് ഈശോയെ സ്നാപക യോഹന്നാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്, അതാണ് മത്തായി അറിയിച്ച സുവിശേഷത്തിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അവൻ വന്ന് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. അവൻ വന്ന് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. എന്ത് നൽകുന്നവനായിട്ടാണ് ഈശോയെ സ്നാപക യോഹന്നാൻ ചിത്രീകരിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ നൽകുന്നവനായിട്ടാണ്. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. കുർബാന സ്വീകരിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെ ഉള്ളിലേക്ക് ആര് വരുന്നു? ഈശോ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈശോ വന്നു കഴിഞ്ഞ് നമ്മിൽ ആദ്യം ചെയ്യുന്ന പ്രവർത്തനം എന്തായിരിക്കും? തന്റെ ആത്മാവിനെ അതിശക്തമായ രീതിയിൽ നമ്മിൽ ജ്വലിപ്പിക്കും. അത് വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ സഭയും വിശുദ്ധ കുർബാനയും എന്ന ചാക്രിക ലേഖനത്തിൽ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. തന്റെ ശരീര രക്തങ്ങളാകുന്ന ദാനത്തിലൂടെ ഈശോ മാമോദീസായിൽ നമ്മിൽ വന്നാവസിച്ച പരിശുദ്ധാത്മാവിനെ വർദ്ധിപ്പിക്കുന്നു. തന്റെ ശരീര രക്തങ്ങളാകുന്ന ദാനത്തിലൂടെ ഈശോ മാമോദീസായിൽ നമ്മിലേക്ക് വന്ന പരിശുദ്ധാത്മാവിനെ വർദ്ധിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആകുമ്പോൾ എല്ലാ പരിശുദ്ധ കുർബാന അർപ്പണം കഴിഞ്ഞ് ഞാൻ ദേവാലയത്തിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവോടെയാണ്. ഈശോയെ കുറിച്ച് ലൂക്കാ സുവിശേഷത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി. സമാനമായിട്ട് ഓരോ കുർബാന സ്വീകരണം കഴിഞ്ഞും നമ്മൾ എങ്ങനെയാണ് ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്? യഥാർത്ഥത്തിൽ ആത്മാവിന്റെ ശക്തിയോടെയാണ്. പക്ഷെ ഈ ബോധ്യത്തോടെ, ഈ വിശ്വാസത്തോടെ ഞാൻ എൻ്റെ കർത്താവിനെ ഉൾക്കൊള്ളണം. ഈ വിശ്വാസത്തോടെ ഞാൻ എൻ്റെ കർത്താവിനെ ഉൾക്കൊണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ദേവാലയത്തിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നത് ആത്മാവിന്റെ ശക്തിയോടെ തന്നെയാണ്. പരിശുദ്ധ കുർബാനയിൽ ഈശോ തന്റെ ആത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അകലാത്ത രോഗങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ പൊറുക്കാത്ത പാപങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അഴിയാത്ത ബന്ധനമില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ കുറയാത്ത ഭാരങ്ങളില്ല. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം,
പ്രാർത്ഥിച്ചിടാം.